പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറാ. അള്ളാഹുവിന് പുറമെ മറ്റാരും ഈ ഖുർആൻ കെട്ടിച്ചമയ്ക്കപ്പെടാവുന്നതല്ല. പ്രത്യുത അതിൻ്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതും ദൈവിക പ്രമാണത്തിൻ്റെ വിശദീകരണവും അത്രേ അത്. അതിൽ യാതൊരു സംശയവുമില്ല. ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ളതാണത്. അപ്പോൾ അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഈ ഖുർആനെ ഇറക്കപ്പെടാവതല്ല. ആർക്കും ഇത് ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല. അത് മാത്രമല്ല, അതിനു മുമ്പ് അവതരിപ്പിച്ച ഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്നതാണ്. ഇതിനു മുമ്പ് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, പിന്നെ ഏടുകളൊക്കെയാണ് ഇറങ്ങിയത്. ഒരു ഗ്രന്ഥരൂപത്തിൽ ഇറങ്ങിയിട്ടില്ല. അല്പം സന്ദേശങ്ങൾ, അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട ചില സന്ദേശങ്ങൾ മാത്രം അയക്കാം. നമ്മൾ ചില നടപടിക്രമങ്ങൾ ഉണ്ടാവല്ലോ. ചിലപ്പോൾ ഒരു ബാങ്കിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഒരു സഹകരണ ബാങ്ക്, ഇതിലൊക്കെ നടപടിക്രമങ്ങളുണ്ട്. അതുപോലെ ചില നടപടിക്രമങ്ങൾ, അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളാണ്. മാതാപിതാക്കളോട് ചെയ്യേണ്ട മര്യാദകൾ തുടങ്ങിയ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നത്. ഒരു ഗ്രന്ഥരൂപത്തിൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് തൗറാത്തും ഇഞ്ചീലും സബൂറും മാത്രമാണ്. മറ്റുള്ള കുറച്ച് ഏടുകളാണ്, ഇപ്പം ചില ഫലകങ്ങൾ, കുറച്ച് സന്ദേശങ്ങൾ മാത്രം. കാരണം അത് സമൂഹം പുരോഗതി പ്രാപിച്ചിട്ടില്ലല്ലോ. ശരി, അപ്പോൾ പണ്ടൊക്കെ റോഡ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു ചെമ്മൺ റോഡായിരിക്കും, കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡ്. ആദ്യമായിട്ട് ഇവിടെ കാറ് വാങ്ങിയത് പിന്നെ അവിട്ടണ്ടിരുന്നാൾ മഹാരാജാവ് അങ്ങനെ ഏതോ വ്യക്തിയായിട്ടാന്ന് തോന്നുന്നു ആദ്യമായിട്ട് കാറ്. റോഡൊന്നുമില്ല, കുറഞ്ഞ റോഡുകൾ, കുറഞ്ഞ കിലോമീറ്റർ, ഒരു 50-60 കിലോമീറ്റർ റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിലാകെപ്പാട്. അപ്പോൾ അതിലങ്ങനെ പോവും. പിന്നെ കുറേ കഴിഞ്ഞപ്പം മറ്റു വാഹനങ്ങൾ, പണ്ടൊക്കെ വാഹനങ്ങൾ സമയക്രമം ഇല്ലായിരുന്നു. ബസ്സെപ്പോഴും സമയക്രമമില്ല. പിന്നെ ബസ്സുകളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ സമയക്രമമൊക്കെ നിശ്ചയിച്ചു. കാരണം പല സമയത്ത് ഓടുമ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. കാരണം ബസ് ഫുള്ളായാൽ മാത്രമേ ഓടുകയുള്ളൂ ബസ്. അപ്പോൾ അതുവരെ മറ്റുള്ള അതിൻ്റെ ഇട സ്റ്റോപ്പുകളിലുള്ള ആൾക്കാരിനെ കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ സർക്കാർ സമയം നിശ്ചയിച്ചിട്ട് സമയത്ത് പുറപ്പെടണം എന്നുള്ള നിയമം നിശ്ചയിച്ചു. അന്നൊക്കെ ബസ്സുകൾക്ക് എവിടേക്ക് വേണമെങ്കിൽ സൈഡ് കൊടുക്കാം, ഇടത്തോട്ടോ വലത്തോട്ടോ. പിന്നെ നിയമം വെച്ചു, 2 കൂട്ടരും ഇടത്തോട്ടേക്ക് സൈഡായപ്പോൾ കൂട്ടിയിടിക്കാൻ സാധ്യത. അപ്പോൾ സൈഡ് എപ്പോഴും ഇടത്തോട്ടേക്ക് മാത്രം സൈഡ് കൊടുക്കുക എന്ന് നിയമം വെച്ചു. അങ്ങനെ സമൂഹം പുരോഗതി പ്രാപിക്കുമ്പോഴാണ് നിയമങ്ങൾ ആവിർഭവിക്കുക. പ്രവാചകന്റെ കാലത്താണ് സമൂഹം യഥാവിധി പുരോഗതി പ്രാപിച്ചത്. ഏറ്റവും ഉത്തമമായ സമൂഹം പ്രവാചകന്റെ കാലഘട്ടമാണ്. പിന്നെ നമുക്ക് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന്, ഒരു അധോഗതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അലോപ്പതി വ്യവസായങ്ങളിലെ കണ്ടമാനം ഗുളികൾ, വാക്സിൻ കുത്തിവെക്കുക, കണ്ടമാനം വാഹനങ്ങൾ, അത് അന്തരീക്ഷ മലിനം സൃഷ്ടിക്കുക, എല്ലാവരും AC വെക്കുക, എന്നിട്ട് AC-യിൽ നിന്ന് പുറത്തേക്ക് ചൂടുള്ള വായു പുറത്തേക്ക് വിടുക, മറ്റുള്ള അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാവുക, വൈദ്യുതി നഷ്ടപ്പെടുത്തുക, ശരീരം വിയർക്കാത്തത് മൂലം മറ്റു രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുക, ജലദോഷം ഉണ്ടാവും. ഇതൊന്നും പുരോഗതി, ഇതൊക്കെ അധോഗതിയാണ്. നമ്മൾ കാണുന്നൊക്കെ പുരോഗതി. വലിയ അമ്പലച്ചുംബിക കെട്ടിടങ്ങൾ നിർമ്മിക്കാം, എന്നിട്ട് 10-20-100 കുടുംബക്കാർ ഇതിൽ താമസിക്കുക, അല്ലേ? എന്നിട്ട് അവിടെ എല്ലാം കക്കൂസ് മാലിന്യം ഒരു വലിയ കുഴിയിലേക്ക് നിക്ഷേപിക്കുക. അപ്പോൾ അതുവഴി എളുപ്പം എന്ത് ചെയ്യും, ആ പ്രദേശത്തേക്കാണ് മലിനമാകും. നമ്മുടെ വീട്ടിൽ 5 പേരടങ്ങുന്ന വ്യക്തിക്ക് നമ്മൾ ഒരു ടാങ്കിലെ കക്കൂസ് ടാങ്ക് കുഴിക്കും. അപ്പോൾ അത് അവിടെ മാത്രം ഒതുങ്ങുകയോ. ഇത് വലിയൊരു ആഴത്തിനോട് കുഴിക്കും, അത് ശരിക്കും ഭൂമിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ അധോഗതിയാണ്. നമ്മൾ അഥവാ ആ ബിൽഡിംഗ് എങ്ങാനും പൊളിഞ്ഞ് വീഴുകയാണെങ്കിൽ, 60 മീറ്റർ ഉയരമുള്ള ബിൽഡിങ് പൊളിഞ്ഞ് വീഴുകയാണെങ്കിൽ അത് 60 മീറ്റർ താഴത്തേക്ക് വിസ്തരിച്ചങ്ങോട്ടേക്ക് അതിൻ്റെ ഇതൊക്കെ തെറിക്കുകയും പ്രദേശത്തുള്ളൊക്കെ വീടുകൾക്കൊക്കെ ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും.
അപ്പോൾ ഇതൊക്കെ കാണുന്നതൊക്കെ നമുക്ക് അധോഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ പുരോഗതിയുടെ പേര് പറഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ റോഡ് വികസിപ്പിക്കാൻ വേണ്ടി അടുത്തുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുക, ഗതാഗതം തടസ്സപ്പെടുത്തുക. നമുക്കറിയാമല്ലോ ഇപ്പം 6 വരി പാത വന്നതോടുകൂടി എത്രമാത്രം ചുറ്റി സഞ്ചരിക്കണം അല്ലേ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന വീട്ടിലേക്ക് അല്ലേ ഒരു 10 മീറ്റർ അപ്പുറത്തല്ല, അല്ലെങ്കിൽ 15 മീറ്റർ അപ്പുറത്ത് നടക്കുന്ന വീട്ടിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം അല്ലേ. ഇടത്തോട്ടേക്ക് ഒരു 5 കിലോമീറ്റർ ഇടത്തോട്ട് സഞ്ചരിക്കണം, പിന്നെയും വലത്തോട്ടേക്ക് 5 കിലോമീറ്റർ സഞ്ചരിക്കണം. എന്നാലേ 15 മീറ്റർ അപ്പുറത്തുള്ള ഒരു വ്യക്തി, നമ്മുടെ അയൽവാസിയായ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്താൻ കഴിയും. ഇത്രക്കും ദുരന്തങ്ങൾ ഒക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചത്. ഇതൊക്കെ നമ്മുടെ പുരോഗതി മനസ്സിലായി. അതുപോലെ തന്നെ എല്ലാവരും പൊങ്ങച്ചം കാട്ടാൻ വേണ്ടി തുനിയുന്നു. അടുത്ത അയൽവാസി കാറ് വാങ്ങിയാൽ നമ്മളും അതുപോലെ 10 ലക്ഷം മുടക്കി ലോണൊക്കെ എടുത്ത് കാറ് മേടിക്കുക. അതുപോലെ ലോൺ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് മെസ്സേജ് വരിക, പല ആൾക്കാരും വിളിക്കുക, നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട് എല്ലാവരും ലോണിൻ്റെ പിന്നാലെ പോവുക. അങ്ങനെ ഒരു വീട് ജപ്തി ചെയ്യാൻ വരിക. അപ്പോൾ അതിൻ്റെ അപമാനം സഹിച്ചാൽ വീട് കുടുംബനാഥനും അടക്കം ആത്മഹത്യ ചെയ്യാം. അപ്പോൾ കാണുന്നൊന്നും ഒരു പുരോഗതി, ഇതൊക്കെ ഒരു അധോഗതിയാണ്. ഏറ്റവും ഉത്തമമായ കാലഘട്ടം പ്രവാചകൻ്റെ കാലഘട്ടമാണ്. പ്രവാചകൻ്റെ കാലഘട്ടം അത്രയ്ക്കും ഉത്തമമായതുകൊണ്ട് തന്നെ അത് സംസ്കരിക്കാൻ വേണ്ടി സമൂഹം യഥാവിധി പുരോഗമിച്ച കാലഘട്ടം അല്ലേ. അല്ലെങ്കിൽ ഒരു മാവ് കുഴിച്ചിട്ട് അത് പൂക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെ കുറേ നിയമങ്ങളൊക്കെ നടപ്പിലാക്കും. കാരണം മരത്തിൽ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളെ മരത്തിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ മാവ് പൂക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ പറയും, ആരും മരത്തുമ്പോൾ കയറരുത്, കല്ലെടുത്ത് എറിയരുത്, നിയമം പാസ്സാക്കും. കാരണം എന്താണ്, പൂ തൊഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടാവില്ല. പഴുത്ത് പാകമായാൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായ മാങ്ങ കിട്ടണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതായി വരും. അതുപോലെ തന്നെ പ്രവാചകൻ്റെ കാലഘട്ടം ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. അപ്പം നിയമങ്ങൾ നടപ്പിലാക്കി അതിനുവേണ്ടി ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. അതിൽ പല നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങളും അതിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റോഡരികിൽ കാട് നിർത്തിയിട്ടുണ്ട്. നമ്മൾ അതിലെ ചില്ലിലൂടെ പാല് നോക്കാൻ പാടുണ്ടോ? നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഖുർആനിൽ അതിൽ ഇതുണ്ടോ എന്ന് ചോദിക്കും. ഖുർആനിലിപ്പോൾ അതിൽ ഒന്നും കാണുന്നില്ലല്ലോ, അതിൻ്റെ വിധി ഖുർആനിൽ കാണുന്നില്ല ചോദിച്ചാൽ അതിൻ്റെ വിധി ഖുർആനിലുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മുറിയിലേക്ക് ഒളിഞ്ഞ് നോക്കരുത്. അപ്പോൾ കാറിൽ ചിലപ്പം ഭാര്യയും ഭർത്താവും ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മയും ചെറിയ കൈക്കുഞ്ഞും ഉണ്ടാവും, മുല കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് പാല് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ പ്രതിവിധി. എല്ലാത്തിനും നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാത്തിനും മറുപടി ഖുർആനിലുണ്ട്. എത്ര കാലം പുരോഗമിച്ചാലും അടിസ്ഥാന കാര്യങ്ങൾക്കൊന്നും തന്നെയാണല്ലോ. നമ്മൾ വലിയ കാറിൽ സഞ്ചരിക്കുന്നതും കാറിലെ നമ്മുടെ സുഖസൗകര്യം, അതുപോലത്തെ വീട്ടിലെ റൂമിലെ സുഖസൗകര്യം ഏകദേശം ഒന്നുപോലത്തെ. അപ്പോൾ നമ്മൾ വീട്ടിലത്തെ റൂമിൽ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെക്കുക. അതുപോലെ വഴി തടസ്സപ്പെടുത്തരുത്. ഇപ്പോൾ നമ്മൾക്ക് ജാഥ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ പ്രതിവിധി എന്താണ്? ഒരു മാർഗം തടസ്സപ്പെടുത്താൻ പാടില്ല. വഴിയിൽ നിന്ന് മുല്ലെടുക്കുന്നത് വരെ ഒരു പുണ്യകർമ്മമാണ്. അപ്പം അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും ഒരുപാട് ഗതാഗതം തടസ്സപ്പെടുത്തി ഒരുപാട് ആംബുലൻസുകൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് പിന്നെ ജാഥയോ നബിദിനാഘോഷമോ മറ്റ് ശ്രീകൃഷ്ണ ജയന്തിയോ ഒന്നും നടത്താതിരിക്കുക. അപ്പോൾ എല്ലാത്തിനും പ്രതിവിധി ഖുർആനിലുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. അങ്ങനെ മനുഷ്യരുടെ നിയമങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകി, മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും നൽകി നമ്മൾ അനുഗ്രഹിച്ച ഗ്രന്ഥം നമുക്ക് നൽകിയ അള്ളാഹുവിൻ്റെ സർവസ്തുതി. ഈ ഗ്രന്ഥത്തിൻ്റെ നിയമവിധികൾ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.